ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ബുധനാഴ്ച പമ്പയിലെത്തും. മണ്ഡലപൂജയുടെ സമയത്ത് സന്നിധാനത്ത് ചെറിയ നിയന്ത്രണങ്ങളുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24 പറഞ്ഞു. മണ്ഡലപൂജയ്ക്കും ഇപ്പം നമ്മൾ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ തന്നെയാണ് തുറന്നു പോകുന്നത്. അതിൽ ചില ലിമിറ്റേഷൻസ് സ്വാഭാവികമായും നമുക്ക് വരും. വെർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിലായാലും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ചില ലിമിറ്റേഷൻസ് സ്വാഭാവികമായും വരും. കാരണം 12-ാം തീയതി അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ 12, 13, 14 തീയതിയിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും 13, 14 ചില നിയന്ത്രണങ്ങൾ നമുക്ക് വേണ്ടി വരും. അത് പോലീസിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും വളരെ ഭംഗിയായി എത്ര പേരെത്തിയാലും ഒരാൾ പോലും ഭഗവാനെ ദർശനം കിട്ടാതെ തിരിച്ചു പോകില്ല എന്നുള്ള ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും വാഗ്ദാനം ഞങ്ങൾ പാലിക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ വിജയമാണിത്. മണ്ഡലകാലത്ത് ചില നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു എന്ന സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയത്. ഇനി അശ്വിൻ പാലാഴി സന്നിധാനത്തു നിന്നും തത്സമയം ചേരുന്നു. അശ്വിൻ, പറയൂ, എന്തൊക്കെയാണ് പുതിയ ക്രമീകരണങ്ങളും മാറ്റങ്ങളും അവിടെ കൊണ്ടുവരാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്? ഏറ്റവും പ്രധാനമായി തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഈ തീർത്ഥാടകരുടെ എണ്ണം 24, 25, 26 തീയതികളിലൊക്കെ കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. വെർച്വൽ ക്യൂ വെട്ടിക്കുറയ്ക്കുക, ഒപ്പം സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി പരിമിതപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനമായ ഈ തിരക്ക് നിയന്ത്രിക്കാനും ഒപ്പം ഈ മറ്റ് നിയന്ത്രണങ്ങളുമൊക്കെയായി ദേവസ്വം ബോർഡ് പറയുന്നത്. അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും പ്രധാനമായി ഈ വരും ദിവസങ്ങളിലൊക്കെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെ അനിയന്ത്രിതമായൊരു തിരക്കിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കും ഒരുപക്ഷെ കൈവിട്ടു പോകുന്ന നിലയിലേക്കുമൊക്കെ പോകാം എന്നുള്ളൊരു വിലയിരുത്തൽ കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് പോയത്. പക്ഷേ ഈ 5000 സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുമ്പോൾ പോലും അന്ന് പമ്പയിലെത്തുന്ന ആരെയും തടയുന്നൊരു സ്ഥിതി ഉണ്ടാവില്ല എന്നുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. ആരെയും തൊഴാൻ അനുവദിക്കാതെ മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5000 പരിമിതപ്പെടുത്തിയാലും ഒരു നിശ്ചിത എണ്ണം തീർത്ഥാടകർ അതിന് പുറത്തേക്ക് കൂടി സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും. എന്തായാലും നാളെ ഇന്നിപ്പോൾ തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. 25-ാം തീയതി വൈകുന്നേരമാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. അതിനുശേഷം മണ്ഡലപൂജ. ആ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പോലീസ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായ നടപടികളിലൂടെ സുഗമമായ ദർശനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ തന്നെയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.